ഇന്ന് ജൂൺ 19 വായനാ ദിനം. ഞാൻ വായിച്ച ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. 1866 ഇംഗ്ലണ്ടിലെ കെന്റിൽ എന്നൊരു സ്ഥലത്തെ പാവപ്പെട്ട കുടുംബത്തിലാണ് ബെർട്ടി എന്നൊരു കുട്ടിയുടെ ജനനം. അവന്റെ പിതാവ് ചെറുകിട കച്ചവടക്കാരനും അമ്മ വീട്ടു ജോലിക്കാരിയുമായിരുന്നു. ഒരിക്കൽ ബെർട്ടി തന്റെ കൂട്ടുകാരുമൊത്ത് മൈതാനത്ത് കളിക്കുകയായിരുന്നു. കൂട്ടത്തിൽ പ്രഭുവിന്റെ മകനുമുണ്ട്. അവൻ പറഞ്ഞു, കൂട്ടുകാരെ, ഞാൻ ഈ ബെർട്ടിയെ മുകളിലേക്ക് എറിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പിടിക്കാം. അയ്യോ വേണ്ട, ബെർട്ടിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രഭുകുമാരൻ ബെർട്ടിയെ മുകളിലേക്ക് എറിഞ്ഞു. എന്നാൽ തിരിച്ചു വന്ന ബെർട്ടിയെ പിടിക്കുവാൻ പ്രഭുകുമാരന് കഴിഞ്ഞില്ല. പാവം ബെർട്ടി നിലത്ത് വീണ് അവന്റെ കാലുകൾക്ക് സാരമായ ഒടിവ് പറ്റി. കുറച്ചു കാലം ബെർട്ടിക്ക് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. ഈ സമയം ബെർട്ടിയെ കൂടുതൽ ശുശ്രൂഷിച്ചത് പ്രഭുകുമാരന്റെ അമ്മയും അവന്റെ മാതാപിതാക്കളുമായിരുന്നു. പ്രഭുകുമാരന്റെ അമ്മ എന്നും ബെർട്ടിയുടെ അടുക്കൽ വന്ന് വിലപിടിപ്പുള്ള മധുര പലഹാരങ്ങളും നല്ല നല്ല പുസ്തകങ്ങളും എത്തിച്ചു കൊടുക്കുമായിരുന്നു. നേരം പോക്കിന് വേണ്ടി ബെർട്ടി പുസ്തകങ്ങളെല്ലാം വായിച്ചു. കഥകളും നോവലുകളും മാത്രമല്ല, ചരിത്ര പുസ്തകങ്ങളും ശാസ്ത്ര പുസ്തകങ്ങളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓരോ പുസ്തകം വായിക്കുമ്പോഴും നല്ല നല്ല ആശയങ്ങളും അനുഭവങ്ങളും ഭാവനകളും ബെർട്ടിയുടെ ഉള്ളിൽ വിടർന്നു. തനിക്കും ഒരു എഴുത്തുകാരനാകണം എന്ന ഒരു മോഹം ബെർട്ടിയുടെ ഉള്ളിൽ തളിരിട്ടു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ബെർട്ടി ആരാണെന്ന് മനസ്സിലായോ? ലോകമെങ്ങും അറിയപ്പെട്ട ഒരു ചിന്തകനും എഴുത്തുകാരനുമായി മാറിയ H.G. വെൽസ് ആയിരുന്നു ഈ കുട്ടി. അദ്ദേഹത്തിന്റെ ദി ടൈം മെഷീൻ എന്ന പുസ്തകവും മറ്റു നോവലുകളും ഒക്കെയാണ് മനുഷ്യരാശിയെ ആദ്യമായി ചന്ദ്രനിലേക്ക് കാലുവെക്കുവാനായി പ്രചോദനം നൽകിയത്. ശാസ്ത്ര രംഗത്തെ കണ്ടുപിടുത്തങ്ങൾക്കും അന്വേഷണങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളും വഴിയൊരുക്കി. പുസ്തകം വളർത്തിയ കുട്ടി എന്ന് ഏറെ അഭിമാനത്തോടെ നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ് ഹെർബർട്ട് ജോർജ് വെൽസ്. അതെ, കേരളക്കരയിൽ വായനയുടെ വസന്തം വിരിയിക്കുവാനായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അധ്വാനിച്ച ശ്രീ P.N. പണിക്കർ സാറെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തിന് ദർശനം പോലെ തന്നെ വായിച്ച് വളരുവാനും ചിന്തിച്ച് വിവേകം നേടുവാനും അറിവ് സമ്പാദിക്കുവാനും വായനയുടെ വെളിച്ചം ലോകത്തെങ്ങും പടർത്തുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.